ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പറഞ്ഞ് വാലന്റൈൻസ് ഡേ ഒക്കെ ഇങ്ങ് എത്താറായല്ലേ. അപ്പോൾ നമുക്കൊരു അടിപൊളി ഗിഫ്റ്റ് കണ്ടാലോ. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ തന്നെയായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോള് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. രാത്രിയൊക്കെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പേടിക്കേണ്ട കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പറയാറുണ്ട്, രാത്രിയൊക്കെ കണ്ടപ്പോൾ ഇടയ്ക്ക് ഇത് ഇവിടുന്ന സൗണ്ട് എന്നൊന്നും മനസ്സിലാവാൻ പേടിച്ച് പോയിന്ന്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാൻ. നമുക്ക് ഇന്ന് അടിപൊളി ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കണ്ടാലോ. ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു പാറ്റേൺ ആണ്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, കുഞ്ഞു സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അത് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കുഞ്ഞ് സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ അറ്റം ഭാഗത്ത് നിന്ന് ഇതുപോലെ കുഞ്ഞതായിട്ടൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ആ ഒരു മടക്കിയ ഭാഗം മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡിൽ നിന്നായിട്ട് കറക്റ്റ് ആ ഒരു ലെവൽ വരുന്ന രീതിയിൽ കോൺ ഷേപ്പ് മടക്കിയെടുക്കാം. അങ്ങനെ രണ്ട് ഷേപ്പിലും രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ മടക്കിയെടുക്കണം. കറക്റ്റ് ആ ഒരു താഴത്തെ വശം മുട്ടുന്ന രീതിയിൽ മാത്രം മടക്കിയാൽ മതി. കറക്റ്റ് കോൺ വരുത്തിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ മിഡിലായിട്ട് ചെറിയൊരു പീസ് ഇതുപോലെ കിട്ടും, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. അതങ്ങനെ തന്നെ നിർത്തണം. ഇനി താഴത്തെ കോണെന്ന് ഇതുപോലെ കോൺ മടക്കിയെടുത്താൽ ഒരു ലൈൻ കിട്ടും. ആ ലൈനിലേക്ക് മുട്ടുന്ന രീതിയിൽ സൈഡിൽ നിന്ന് മറ്റൊരു കോൺ നമ്മൾ മടക്കിയെടുക്കുക. അതിലേക്കാണ് ഇതുപോലെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെ ഇതുപോലെ ഇപ്പുറം ചെയ്യുക. ഇതുപോലെ ആ ഒരു കോൺ ഷേപ്പ് മടക്കിയെടുക്കുക. അപ്പോൾ ഒരു ലൈൻ കിട്ടും കറക്റ്റ് മിഡിലായിട്ട്. ആ ഒരു സൈഡിലേക്ക് ഈ കോൺ ഇപ്പുറത്തുനിന്ന് മടക്കിയെടുക്കുകയാണെങ്കിൽ താഴത്തെ കുഞ്ഞ് പീസ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആ ഒരു 4 വശത്തും കുഞ്ഞു പോർഷൻ ഇതുപോലെ കുഞ്ഞതായിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഹാർട്ടാണ് കേട്ടോ. അതായത് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പേപ്പർ കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു അടിച്ച് പരത്തിയ പോലത്തെ അല്ലേ, അങ്ങനത്തെ അല്ലാത്ത ഇതുപോലെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഹാർട്ടാണ്. ഞാൻ അങ്ങനെ കുറേ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. നമ്മളെ വർക്കിന് ഈ ഒരു ഹാർട്ടാണ് മെയിനായിട്ടുള്ള താരം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു 15, 18, 20 ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളായി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും, നമ്മളെ ഹസ്ബൻഡിനായാലും വൈഫിനായാലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. ഇനി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞതുകൊണ്ട് കാമുകന്മാർക്കോ കാമുകിമാർക്കോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്സിനായാലും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ അടിപൊളിയാണ്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ ലവിൻ്റെ സിമ്പിളാണ്. നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഇതുപോലെ ഗിഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നല്ല കട്ടിയുള്ളൊരു പേപ്പറാണ്. എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ ആ ഒരു കോംബോ ഓഫറിൽ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായ കാർഡ്ബോർഡ് ബോക്സാണ് കേട്ടോ. അത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിനി കുഞ്ഞ് സ്ക്വയർ പീസായിട്ട് 3ആയിട്ട് ഭാഗിക്കണം. അത് മുകളിൽ നിന്നും താഴ്ന്നും മടക്കിയെടുക്കണം. ഈ മെയിനായിട്ട് എടുക്കുന്ന പേപ്പറും ഒരു സ്ക്വയർ പീസ് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് 9 വീതം കളങ്ങളുള്ള സ്ക്വയർ കുഞ്ഞു കളങ്ങൾ കിട്ടും. അപ്പോൾ ഇത് എക്സ്പ്ലോഷൻ ബോക്സൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അതിന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ബോക്സ് എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അത് ക്യൂട്ടായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒത്തിരി ചിലപ്പോൾ ഒരു സൈഡിൽ തന്നെ ഒരു 3ഓ 4ഓ പീസ് ഇങ്ങനെ ഒരുമിച്ച് വരും, 2ലധികം പീസ് ഒരുമിച്ച് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞു പോർഷൻ മാത്രം നിർത്തി അത് ഗം ചെയ്തിട്ട് അത് പശ തേച്ചിട്ട് ഒട്ടിക്കുന്ന രീതിയിൽ മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഈ കാണുമ്പോൾ കുറേ ബൾക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നാലും സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ ഒരു പശ തേക്കേണ്ടതായിട്ടുള്ള ഭാഗം മാത്രം നിർത്തി എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വർക്കിൽ മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് KFC ചിക്കൻ കഴിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായ ഡബ്ബി ഉണ്ടല്ലോ, ആ ഒരു പാട്ട് തന്നെയാണ്. ആ ഒരു മെയിനായിട്ടുള്ള എല്ലാ പോർഷനിലും ഞാൻ ആ ഒരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ KFC ചിക്കൻ കഴിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വർക്കിന്. കാരണം അത്രയും നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതിൻ്റെ കവർ ചെയ്തിട്ട് വരുന്ന ആ ഒരു പാട്ടയും അതിൻ്റെ കവറിങ്ങൊക്കെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള നമ്മൾ ആ ഒരു ബോക്സിൻ്റെ കറക്റ്റ് അളവ് നിർത്തിക്കൊണ്ട് ആ ഒരു KFC ചിക്കൻ കവർ ചെയ്തിട്ട് വന്നിട്ടുള്ള ആ ഒരു പോർഷനിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നല്ല രീതിയിൽ മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ബോക്സിന് അടപ്പായിട്ടുള്ള കിട്ടും. അത് കുറച്ച് നേരം കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സമയം എടുക്കും അത് ഒട്ടിച്ചിട്ട് സെറ്റാക്കി കിട്ടാൻ. അപ്പോൾ അതും ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് KFC ചിക്കൻ്റെ ആ ഒരു ബോക്സിൽ നിന്ന് തന്നെ കുറച്ച് റെഡ് കളർ പോർഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഹാർട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അങ്ങനെ 4 ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ കയ്യിൽ കിട്ടുന്ന റെഡ് കളർ പേപ്പറോട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമാണ് ഉണ്ടായത്. എൻ്റെ മോൾ അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റൊക്കെ കൊണ്ടിട്ട് എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടിട്ടത് കണ്ടോ. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ വിടണം, എന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മാക്സിമം എന്നെ എന്തൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെ എടുത്ത് നമ്മളെ ആ ഒരു ഇറിറ്റേറ്റഡ് ആക്കാൻ പറ്റുമോ അത്രയും ഇറിറ്റേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഹാർട്ടും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ KFC ചിക്കൻ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ ഒരു കവറിന് കുറച്ച് ചുറ്റുമായിട്ട് റെഡ് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് ആ ഒരു വൃത്തിയേടൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. കട്ടിയുള്ള പേപ്പർ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പണിയായത് കേട്ടോ. അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്തിട്ട് വൈറ്റ് പേപ്പറാണ് ഒട്ടിച്ച് കൊടുത്തത്. ഒരു വാലന്റൈൻസ് ഡേ തീമിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായില്ലേ? ഇനിയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹാർട്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ബോക്സിലേക്ക് നമുക്ക് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി 2 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹാർട്ടിലേക്ക് ചെറിയൊരു കട്ട് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. സൂചി ഉണ്ടെങ്കിൽ നല്ല നീളുള്ള സൂചി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ആ ഒരു സൂചിയിൽ നമ്മൾ കോർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഹോൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 5 ഇപ്പോൾ ഹോൾ ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു ഹോളിലേക്ക് ഞാൻ ടൈങ്കീസ് ഉണ്ടല്ലോ, നമ്മൾ മാലയൊക്കെ കോർക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ആ ഒരു ടൈങ്കീസ്, ചൂണ്ടയൊക്കെ ഇടാൻ വേണ്ടി വാങ്ങിക്കുന്ന ആ ഒരു ടൈങ്കീസിൻ്റെ ഒരു അറ്റഭാഗം കെട്ടിയതിന് ശേഷം നമ്മൾ ബോക്സിൻ്റെ ലെങ്ത്ത് അവിടെ ഒഴിച്ച് വിട്ടതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു പോർഷനിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഹാർട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ബോക്സിൻ്റെ ലെങ്ത്തിൽ ആ ഒരു ടൈങ്കീസ് നമ്മൾ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് കോർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ താഴത്തെ പോർഷനിൽ അത് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഓരോരോ പോർഷൻ നിർത്തുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് ഞാൻ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ഹാർട്ടും. അങ്ങനെ എല്ലാം 5 വീതം ഞാൻ 3 സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 15 ഹാർട്ട് ഇതുപോലെ ഉള്ളിൽ തന്നെ കൊടുക്കേണ്ട രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള എല്ലാം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇനി നമുക്കിത് ആ ബോക്സിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കുഞ്ഞു ഹാർട്ടും കൂടി ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ കെട്ടിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ടൈങ്കീസിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ അതിൻ്റെ മെൽറ്റ് ചെയ്തിട്ടുള്ള ഗ്ലൂ ഗണ്ണിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. അതൊന്ന് ഫിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഷേപ്പ് ഹാർട്ട് കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കാണുണ്ട്. എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ കുടുങ്ങാതിരിക്കാൻ മാക്സിമം നോക്കണം. നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ പണി കിട്ടൂല. ഞാൻ ഫസ്റ്റ് ഒട്ടിച്ച സമയത്ത് ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് മാറ്റിയിട്ട് ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടാലോ. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ഗിഫ്റ്റ് ചെയ്യാനുള്ളത് ആ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം കൂടി ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹാർട്ടൊക്കെ കവർ ചെയ്തിട്ട് കൊടുത്താലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ? ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ത്രെഡ് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഹാർട്ടൊക്കെ എങ്ങനെയാണ് അതിൽ നിൽക്കുന്നതെന്നുള്ളത് ദൂരത്ത് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ എയറിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ത്രെഡ് തന്നെ എടുത്തത്. വൈറ്റ് ത്രെഡ് എടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള കിഡിലായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള പ്രണയിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. മറ്റൊരു നല്ല വീഡിയോ കാണാം. സീ യു, ടേക്ക് കെയർ, ടാറ്റാ.